ഞാൻ ഈ വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല കേസ്. വൈകിട്ടായപ്പോൾ അമ്മ പറഞ്ഞു വാ എങ്ങോട്ടെങ്കിലും പോവാന്ന്. പിന്നെ ഞാനും അമ്മയും വണ്ടിയെടുത്ത് എങ്ങോട്ടെങ്കിലും പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഈസ്റ്റോട്ടോട്ട് പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേസ്. എന്തിനാണെന്ന് നമുക്കൊരു പിടിയില്ല. അങ്ങനെ ഈസ്റ്റോട്ട് പോയി ഞാനും അമ്മയും കാര്യമൊക്കെ പറഞ്ഞു പോകണം. അപ്പോൾ സൈഡിൽ അമ്മ പറഞ്ഞു നോക്കുക വെള്ളരിപ്രാവ് നിൽക്കുന്നത്. പിന്നെ അത് വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ട് ആ വെള്ളരിപ്രാവ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നല്ല അടിപൊളി വ്യൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് കുറേ മാലയും കുറേ കമ്മലൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല കേസ്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കയറിയതാണ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തായപ്പോഴത്തേക്കും കയ്യിലിരുന്ന ബ്രേസ്ലെറ്റ് കണ്ടു കേസ്. എനിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്കിൾ എൻ്റെ കൈ ഇട്ടുന്നിട്ട് എന്തോ പറയുന്നുണ്ട്, കേട്ടോ കേസ്. സംഭവം അങ്കിൾ എൻ്റെ നഖം കണ്ടിട്ട് പറഞ്ഞ. അവിടെ നിന്ന് അടുത്തുള്ള ഫാൻസിയിലും കയറി അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് മൂക്കുത്തി വാങ്ങിക്കണമെന്ന് കേസ്. അങ്ങനെ ഞാൻ ഗ്യാരണ്ടിയിലെ മൂക്കുത്തിയാണ് ഇടാറ്. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് അടുത്തുള്ള ഗ്യാരണ്ടി ഷോപ്പിൽ കയറി. അവിടെയാണെങ്കിൽ നിറയെ കളക്ഷൻസ് ഉണ്ടോ, കുറേ കളക്ഷൻസ് ഉണ്ട്. മൂക്കുത്തിയൊക്കെ ആണെങ്കിൽ ഒരുപാട്. ഇതൊക്കെയാണ് കേസ് അവിടുത്തെ മൂക്കുത്തി കളക്ഷൻ. എന്താ ഇതേപോലത്തെ വൈറ്റ് സ്റ്റോണും ഉണ്ട്, കളർ സ്റ്റോണും ഉണ്ട്. അങ്ങനെ എനിക്ക് ഈ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു കേസ്. അങ്ങനെ ഞാൻ അത് രണ്ടും എടുത്ത് ആക്കിയപ്പോൾ അമ്മയെ കാണാനില്ല. അമ്മയെ സൈഡിൽ നിന്ന് എന്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ നേരെ പോയി അമ്മേനെ കുറച്ച് ശല്യം ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് എനിക്കാണെങ്കിൽ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേസ്. പിന്നെ അമ്മയെ പോയി ഇറിറ്റേറ്റ് ചെയ്തിട്ട് അടുത്ത് നേരെ ബില്ലടിക്കാൻ പോയി. ബില്ലൊക്കെ അടിച്ച് അവിടെ നേരെ അടുത്തുള്ള കമ്മൽ ഷോപ്പിൽ പോയി. വാങ്ങിക്കാനല്ല കേസ്, ചുമ്മാ നോക്കാം. കമ്മൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കല്ല അമ്മയ്ക്ക്. തിരിച്ച് നടന്നു പറഞ്ഞ വഴിക്ക് അമ്പലനടയിലെ കുളത്തിൽ ഭയങ്കര ഭംഗിയാണ് കേസ്. അപ്പം ഞാനും അമ്മ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ നോക്കാൻ പറയാം ചേരിൽ ചെയ്തു വെച്ചിരിക്കുന്ന ശില്പത്തിന്. അങ്ങനെ ഞാൻ അതും വീഡിയോ എടുത്തിട്ട് അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ സൈഡിലൊരു പെർഫ്യൂം കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു അത്തരം വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കമ്മൽ വാങ്ങുന്നത്. പിന്നെ അവിടെ കയറി ഒരു കമ്മൽ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ കുരുപ്പ് ഇതാ അവിടെ വന്ന്. വേറൊന്നും കൊണ്ടിട്ടല്ലേ, എൻ്റെ പിറന്നാളാണ് കേസ്. പിറന്നാളാണ്ട് അവ ഒരു റോസാപ്പൂവും ഒരു ഗിഫ്റ്റും പിന്നെ ഒരു സ്വീറ്റ്സും വാങ്ങിച്ചുകൊണ്ട് വന്ന്. പിന്നെ അവൻ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി. അവിടെ ഉണ്ടെങ്കിൽ നിറയെ സ്വീറ്റ്സും സ്നാക്സും എല്ലാം ഉണ്ട്. പിന്നെ അതൊക്കെ വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ട് കേസ് ഇങ്ങനെയൊക്കെ ഇരിക്കണതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മിററിൽ തന്നെ കാണാം. പിന്നെ മിററിൽ നിന്ന് കുറച്ച് നേരം എന്തൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ് അവിടെ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് അവിടെ എന്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജ്യൂസ് വന്ന് ഗൈസ്. ജ്യൂസ് കുടിച്ച് പാതിയായപ്പോഴാണ് വീഡിയോ എടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. പിന്നെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് അവൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇരുന്ന് അത് പൊട്ടിച്ചപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന എന്തെന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് കാണാം ഗൈസ്. സംഭവം ഒരു ചോക്ലേറ്റാണ് ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് അവനും താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ ബൈ.